ഹലോ കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയിട്ടുള്ള സിക്സ കുബൂർ എന്ന് പറയുന്ന ഒരു കിടിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണശേഷം ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ശവക്കുഴിയിൽ കയറിയിട്ട് കിടക്കുകയാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് നേരെ കഥ തുടങ്ങാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ട് സീതയുടെ അമ്മയെയും അച്ഛനെയുമാണ്. ഇവർക്ക് ചെറിയൊരു ബേക്കറി ഉണ്ട്. സീതയുടെ കൂടെ പോകുന്നത് അവളുടെ ബ്രദർ ആയിട്ടുള്ള ആദിലാണ്. അവനൊരു പാവമാണ്, എല്ലാവർക്കും ഒരു ചെണ്ട എന്ന പോലെ. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവര് ബേക്കറി നടത്തി വരുന്നത്. പലതരത്തിലുള്ള ഷേപ്പിലുള്ള ബണ്ണുകളും അതുപോലെ തന്നെ കേക്കുകളൊക്കെ ഇവരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അടുത്ത കടയിലാണ് എപ്പോഴും തിരക്കുള്ളത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. ആ ഒരു കടക്കാരനാകട്ടെ 50% ഓഫ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് പിള്ളേർ സെറ്റ് നമ്മുടെ ആദിലിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ സമയം സീതയും അവളുടെ അമ്മയും അച്ഛനും ആകട്ടെ ഈ ബണ്ണും കാര്യങ്ങളൊക്കെ അവിടെ അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഈ ഒരു പിള്ളേർ സെറ്റ് അവിടെ നിന്നും പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ സീതയാകട്ടെ ഇപ്പോ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ വൃത്തികെട്ട പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിരുന്ന ബണ്ണൊക്കെ ചുമ്മാ നക്കിയിട്ട് അവിടെ തന്നെ വെക്കുന്നുണ്ട്. ഈ കുരുത്തം കെട്ട പിള്ളേരാണെന്നുണ്ടെങ്കിൽ സ്കൂളിലും അല്ലാത്തപ്പോഴും എല്ലാം തന്നെ നമ്മുടെ ആദിലിനെ ബുള്ളി ചെയ്യാറുണ്ട്. പാവം ആദിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേട്ടു നിൽക്കും. സീത അങ്ങനെ ആ ഒരു പിള്ളേരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതിന് ശേഷം ഇപ്പൊ നമ്മുടെ ആദിലിനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഒരു കുരുട്ട് പിള്ളേര് നക്കിയിട്ടുണ്ടായിരുന്ന ബണ്ണെടുത്തിട്ട് അവള് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുകയും ചെയ്തു. ഇതൊന്നും തന്നെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും 3 കസ്റ്റമേഴ്സും കൂടി ഈ ഒരു ബേക്കറിയിലേക്ക് വന്നു. ഈ സമയം തന്നെ പുറത്ത് ഒരാള് നമ്മുടെ ആദിലിനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. ആദിലാണെന്നുണ്ടെങ്കിലും അയാളെ നോക്കുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ഈ ഒരു കടയിലേക്ക് കയറി വന്നു. അയാൾ ചുമക്കുന്നത് കണ്ട പാവം തോന്നിയിട്ടുള്ള ആദിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അയാൾക്ക് നൽകുന്നു. ആ ഒരു വെള്ളം കുടിച്ചതിന് ശേഷം ഈ ഒരു മനുഷ്യൻ ഒരു കാസറ്റ് ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ആദിലിന് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. മാത്രമല്ല ഒരു താക്കീത് അവന് നൽകുകയും ചെയ്യുകയാണ്. നീ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കടയുടെ പുറത്തേക്ക് ഇറങ്ങരുത്. ആദിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. നേരത്തെ 3 കസ്റ്റമേഴ്സ് ഈ ഒരു കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ 2 പേര് ഇപ്പൊ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് അവിടെ ഉണ്ടായിരുന്ന പണപ്പെട്ടിയിൽ നിന്ന് പൈസ എടുക്കുന്നു. ഇത് നമ്മുടെ സീത തടയുകയാണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പൈസ ഇല്ല, പ്ലീസ് കൈവിടൂ. അങ്ങനെ ഇവളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈവിട്ടു. എന്നിട്ട് ഇവള് അച്ഛനോട് കാര്യം പറഞ്ഞു. ഈ ഒരു അച്ഛനാണെന്നുണ്ടെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കടയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരെ പിടികൂടാനായിട്ട് ശ്രമിക്കുകയാണ്. സമയം ആദിലിന്റെ അടുത്ത് സംസാരിച്ചിരുന്ന ആ ഒരു അപരിചിതനും കടയ്ക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. അയാളൊരു സൂയിസൈഡ് ബോംബർ ആയിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സീതയുടെയും ആദിലിന്റെയും അമ്മയും അച്ഛനും അവരുടെ കൺമുമ്പിൽ വെച്ച് പൊട്ടിച്ചിതറി. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സീതയും ആദിലിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പായിട്ട് തന്നെ ആദില് ആ ഒരു അപരിചിതനെ പറ്റിയിട്ടും അയാൾ തന്നിട്ടുള്ള കാസറ്റിനെ പറ്റിയിട്ടും സീതയോട് പറഞ്ഞു. പക്ഷേ പോലീസുകാർ ചോദിച്ചപ്പോൾ ആദില് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്നിട്ട് ഈ ഒരു കാസറ്റിനെ പറ്റിയിട്ട് പറയാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ സീത അവനെ തടഞ്ഞു. വീട്ടിലേക്ക് എത്തിയിട്ടുള്ള സീതയും ആദിലും ആ ഒരു ടേപ്പ് പ്ലേ ചെയ്തു. ഒരാളെ വളരെ ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഓഡിയോ ആയിരുന്നു അത്. അതായത് ഓരോ മനുഷ്യനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ശവക്കുഴിയിൽ വെച്ച് തന്നെ അവരവർ ചെയ്തിട്ടുള്ള പാപത്തിന് തീർച്ചയായിട്ടും നരകയാതന അനുഭവിക്കും. പിന്നീട് നമ്മുടെ ആദിലും സീതയും വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റപ്പെട്ടു. അവിടുത്തെ മെയിൻ ടീച്ചറായിട്ടുള്ള ഖദീജയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു സിക്സ കുബൂർ അതായത് ഗ്രേവ് ടോർച്ചറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അതെല്ലാം വെറും കള്ളമാണെന്നാണ് ഇപ്പൊ നമ്മുടെ സീത ഈ ഒരു ടീച്ചറോട് പറയുന്നത്. ഇന്ന് തന്നെ സീതയും ആദിലും കൂടി ചേർന്നിട്ട് ഒരു ടണൽ വഴി ഈ ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ആദിലാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ നല്ല പേടിയാണ്. പക്ഷേ സീതയാണ് മുൻകൈ എടുക്കുന്നത്. അങ്ങനെ ഇവർ ആ ഒരു ടണലിലേക്ക് കടക്കുന്നു. അതിൽ നമുക്ക് തിരികെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സീത കേട്ടില്ല. അങ്ങനെ 2 പേരും മുന്നോട്ടേക്ക് നടക്കുന്നു. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ തന്നെ ഇവർക്ക് ശ്വാസമെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പെട്ടെന്ന് സീത അവളുടെ മുന്നിലായിട്ട് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പ്രേതത്തെ കാണുകയാണ്. ഇത് കണ്ടതും സീത പിന്തിരിഞ്ഞ് പുറകോട്ട് ഓടുകയാണ്. അപ്പൊ ഈ ഒരു പ്രേതം പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന്. പുറത്തേക്ക് എത്തിയതും അവിടെ നമ്മുടെ ആദിലിനെ മറ്റുള്ള
അവിടെയുള്ള ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് പിടികൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ബോർഡിംഗ് സ്കൂളിലെ നിയമങ്ങൾ തെറ്റിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുള്ള നമ്മുടെ സീതയ്ക്ക് തക്കതായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പാവപ്പെട്ട ഒരു ടീച്ചറായിരുന്നു സുമയ്യ. പണിഷ്മെന്റ് ആയിട്ട് അവളുടെ വെള്ളത്തട്ടം മാറ്റിയിട്ട് ഇപ്പോ ചുവന്ന തട്ടമാണ് ധരിപ്പിക്കുന്നത്. അതായത് ഈ ഒരു ചുവന്ന തട്ടം ധരിച്ചത് ആരാണോ അവര് പാപം ചെയ്തവരെന്ന നിലയിലാണ് കണക്കാക്കുന്നത്. പക്ഷേ സുമയ്യ എന്ന് പറയുന്ന ടീച്ചറാണെന്നുണ്ടെങ്കിൽ നീ അതൊന്നും ധരിക്കണ്ട, നീ വെള്ളത്തട്ടം തന്നെ ധരിച്ചാൽ മതി എന്ന് പറയുന്ന നിമിഷം തന്നെ ഖദീജ എന്ന് പറയുന്ന ദുഷ്ട സ്ത്രീ അങ്ങോട്ടേക്ക് വന്നിട്ട് അതെന്താ ഇവൾക്ക് മാത്രം മറ്റൊരു നിയമമോ, നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ട് ചുവന്ന തട്ടം ഇവളെ ധരിപ്പിക്കുന്നു. ഇനി അത് ധരിച്ചു വേണം ബാക്കിയുള്ള കുട്ടികളോടൊപ്പം നമ്മുടെ സീത നടക്കാനായിട്ട്. ഈ ഒരു ബോർഡിംഗ് സ്കൂൾ നടത്തുന്നത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പണച്ചാക്കാണ്. അന്ന് രാത്രി നമ്മുടെ സീതയാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രണ്ടുപേരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സുമയ്യ ടീച്ചറും ഖദീജ ടീച്ചറുമായിരുന്നു അത്. സുമയ്യ ടീച്ചർ അപ്പൊ ഖദീജ ടീച്ചറോട് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഒരു പാവം പയ്യനായിരുന്നു അയാളുടെ ഇര, ഇനിയിപ്പോ ആദിലോ, അത് സമ്മതിക്കാനായിട്ട് പറ്റില്ല. ഇത് കേട്ടതും നമ്മുടെ സീത ഞെട്ടിപ്പോയി. അതായത് ഇവളുടെ അനിയനായിട്ടുള്ള ആദിലിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. സീത അങ്ങനെ ഇബ്രാഹിമിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു വീട്ടിലേക്ക് ഓടി. അവിടെ ആദിലുണ്ടായിരുന്നു. ആദിലിനെ അയാള് അബ്യൂസ് ചെയ്യാനായിട്ട് നോക്കുകയായിരുന്നു. അത് തടയാനായിട്ട് സീത ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. ഇബ്രാഹിം എന്ന് പറയുന്ന ആ ഒരു ദുഷ്ടനായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ പാവം ആദിലിനെ നശിപ്പിച്ചു. പിടികൂടിയ സീതയാകട്ടെ ഇപ്പൊ ഒരു റൂമിനകത്താക്കിയിട്ട് ഇവര് പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ സീതയാകട്ടെ അവളുടെ ആ ഒരു ചുവന്ന തട്ടം ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനലൊക്കെ തകർത്ത് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുമയ്യ ടീച്ചറും എത്തി. പുള്ളിക്കാരി ഒരു പാവമായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു ടണൽ വഴി രക്ഷപ്പെടാനായിട്ട് സുമയ്യ ടീച്ചർ നമ്മുടെ സീതയെ സഹായിക്കുകയാണ്. പക്ഷെ ആദിലിനെ കണ്ടെത്തണമല്ലോ. അങ്ങനെ സീതയാകട്ടെ ഇപ്പോ ആദിലിനെ കൊണ്ടുപോകുന്ന വണ്ടിക്ക് നേരെ കല്ലെറിയുന്നു. ഇബ്രാഹിമിന്റെ ഗുണ്ടകളുടെ കണ്ണ് വെട്ടിക്കാനായിട്ട് അവളൊരു മരക്കൊമ്പെടുത്തിട്ട് തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് എറിഞ്ഞു. അവന്മാര് സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി. ഈ തക്കത്തിന് വണ്ടിയിലുണ്ടായിരുന്ന ആദിലിനെ ഇവള് വിളിച്ചിറക്കി ഇപ്പോ രക്ഷപ്പെട്ട് പോവുകയാണ്. അന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന അതേ ടണലിന്റെ അടുത്തേക്ക് രണ്ടുപേരും ഇപ്പൊ എത്തിയിട്ടുണ്ട്. ആദിലിന് ഇപ്പോഴും പേടിയുണ്ട്. പക്ഷെ സീതയാകട്ടെ ധൈര്യത്തോടു കൂടിയിട്ട് അവനെ വിളിച്ച് ഇപ്പൊ ആ ഒരു ടണലിലൂടെ നടക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പയ്യന്റെ പ്രേതം ഇവരെ വേട്ടയാടാനായിട്ട് വരുന്നുണ്ട്. ഇതിൽ നിന്ന് പേടിച്ചോടിയ നമ്മുടെ ആദിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അവനെയും വിളിച്ചുകൊണ്ട് ഇപ്പൊ സീതയാകട്ടെ ഈ ഒരു ടണലിന്റെ അപ്പുറത്തേക്ക് കടക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. സീത ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു നഴ്സിംഗ് ഹോമിലാണ്. അവിടുത്തെ ഒരു അന്തേവാസിയായിട്ടുള്ള ഒരാള് മരണപ്പെട്ടു. ഈ ഒരു നഴ്സിംഗ് ഹോം നടത്തി വരുന്ന ജുവിത എന്ന് പറയുന്ന ആ ഒരു അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സീതയോട് എല്ലാവിധ ചടങ്ങുകളോട് കൂടിയിട്ടും ഈ ഒരു അടക്കം നീ നടത്തണം എന്ന് പറയുന്നു. അതായത് ഈ ഒരു നഴ്സിംഗ് ഹോമിൽ ആര് മരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സെമിത്തേരിയിലുള്ള നടത്തുന്ന ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സീതയും അതുപോലെ തന്നെ അനിയനായിട്ടുള്ള ആദിലും കൂടി ചേർന്നാണ്. അങ്ങനെ ഇപ്പൊ നഴ്സായിട്ടുള്ള സീതയാണെന്നുണ്ടെങ്കിൽ ഒരു ദമ്പതികളോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പേരാണ് ഭർത്താവായിട്ടുള്ള പാണ്ഡിയും അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള നാനിയും. ഇവർ രണ്ടുപേരും പുറത്തൊക്കെ പോകാനായിട്ട് നിൽക്കായിരുന്നു. പക്ഷെ ഈ ഒരു അന്തേവാസി മരിച്ചതുകൊണ്ട് തന്നെ ഇവരിപ്പോ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇതേ നഴ്സിംഗ് ഹോമിൽ വസിക്കുന്ന ഒരു അന്തേവാസിയാണ്. പുള്ളിക്കാരന്റെ പേര് വഹായു എന്നാണ്. അവരുടെ കുടുംബക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുള്ളിക്കാരനെ ആക്കുന്നില്ല, ഡിസ്ചാർജ് ചെയ്യണം എന്നൊക്കെ പറയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് പൈസ ചെലവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സീതയാണെന്നുണ്ടെങ്കിൽ അവരെ വഴക്ക് പറയുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും നല്ല പരിചരണം അത്യാവശ്യമായിട്ട് വേണ്ട സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മുഷിയേണ്ട, ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട്ടുകാരെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഗ്രേവ് ടോർച്ചർ, അതായത് ഈ ഒരു ശവക്കുഴിയിൽ മരണപ്പെട്ടതിന് ശേഷം അനുഭവിക്കുന്ന ആ ഒരു നരകയാതനയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് ഇപ്പോഴും സീത കരുതുന്നത്. അത് തെളിയിക്കാനായിട്ട് അവള് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിലിനെയാണ്. അവനിപ്പോൾ ഒരു ശവം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നഴ്സിംഗ് ഹോമിൽ ആര് മരിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഫ്യൂണറൽ ചടങ്ങുകളെല്ലാം നടത്തുന്നത് നമ്മുടെ സീതയും ആദിലും കൂടി ചേർന്നാണ്. ഇവര് രണ്ടുപേരും അവിടെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന ഒരു സീരിയൽ കില്ലർ ഉണ്ട്, മസ്ബത്ത് എന്ന് പറയുന്ന ഒരു കൊലയാളി. അയാളുടെ ശവക്കുഴി കാണുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ആദിലിന്റെ അടുത്ത് സീത പറയുന്നുണ്ട്, ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ശവക്കുഴിയാണിത്.
ഞാൻ ഇതിനടുത്ത് തന്നെ ഒരാളെ കുഴിച്ചിടും. അയാൾ മുഖേന ഞാൻ ഈ ഒരു ഗ്രേവ് ടോർച്ചറും കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് മനസ്സിലാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതാരാണെന്ന് ആദിലിനോട് അവൾ പറയുന്നില്ല. വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാനായിട്ട് ഇട്ട ശേഷം ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സീത. പെട്ടെന്ന് അലക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീൻ നിന്നു. അപ്പോഴാണ് അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്നും ഇറങ്ങി വരുന്നത്. ഇതേ സമയം നമ്മുടെ ആദിലിനാണെന്നുണ്ടെങ്കിൽ അവന്റെ ഭാര്യ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദിലിനെ പുറത്താക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ആ ഒരു നഴ്സിംഗ് ഹോമാണ്. അവിടെ ഇപ്പോൾ വഹായു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ സീത വരികയാണ്. യഥാർത്ഥത്തിൽ അയാളുടെ പേര് വഹായു എന്നല്ല. ആ പഴയ റിലീജിയസ് ആയിട്ടുള്ള ബോർഡിംഗ് സ്കൂൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന പണച്ചാക്കിനെ ഓർമ്മയില്ലേ? അതിലിനെ അബ്യൂസ് ചെയ്ത ആ ഒരു വ്യക്തിയാണ് ഇയാള്. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആദിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇബ്രാഹിമിന്റെ കഴുത്തിന് കയറി പിടിക്കുന്നു. മറവിരോഗവും മറ്റുമൊക്കെയുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന ആ ഒരു ദുഷ്ടനായിട്ടുള്ള മനുഷ്യനോട് നമ്മുടെ സീത എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അതോടുകൂടി മേശയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഗൺ എടുത്തിട്ട് ഈ ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യൻ സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. അതിനുശേഷം ആദിൽ തന്നെ ഈ ഒരു മനുഷ്യന്റെ ശവശരീരം കുളിപ്പിക്കുന്നു. അതിനിടയിൽ പണ്ട് ഇബ്രാഹിം തന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവന് ഛർദ്ദിക്കാനായിട്ട് വരുന്നുണ്ട്. ഇനിയാണ് സിനിമയുടെ യഥാർത്ഥ കളി ആരംഭിക്കുന്നത്. ഈ ഒരു മനുഷ്യനെയാണ് ആ ഒരു ക്രൂരനായിട്ടുള്ള സീരിയൽ കില്ലറിന്റെ തൊട്ടടുത്ത് അടക്കം ചെയ്യുമെന്ന് നമ്മുടെ സീത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ശവക്കുഴിയിൽ ഇപ്പോൾ സീതയും കയറി കിടക്കുന്നുണ്ട്. ഒരു ക്യാമറയും അവളുടെ കയ്യിലുണ്ട്. മരണശേഷം ഈ ഒരു ഗ്രേവ് ടോർച്ചർ എന്ന് പറയുന്ന സംഗതി സത്യമാണോ, ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം സമൂഹത്തിന് മുന്നിൽ മൊത്തം വിളിച്ച് പറയണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവള് അതിനുള്ളിൽ കയറി കിടക്കുന്നത്. ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിലങ്ങനെ കുഴി മൂടിയിട്ട് പുറത്ത് കാവലിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു പാമ്പ് വരുന്നു. ഈ സമയം കുഴിയിൽ ശവത്തിന്റെ ഒപ്പം കിടക്കുന്ന നമ്മുടെ സീതയാകട്ടെ ക്യാമറ ഒക്കെ ഓൺ ആക്കി വെച്ചു. പുറത്തിരിക്കുന്ന നമ്മുടെ ആദിലിന്റെ അടുത്തേക്ക് ഈ ഒരു പാമ്പ് വരുന്നുണ്ട്. പക്ഷെ അവനെ ഒന്നും ചെയ്യാതെ ആ ഒരു പാമ്പ് മറ്റൊരു സ്ഥലത്തേക്ക് ഇഴഞ്ഞു പോയി. അങ്ങനെ അടുത്ത ദിവസമായി ആദിലങ്ങനെ ആ ഒരു ശവക്കുഴി തുറന്നു. റെക്കോർഡ് ചെയ്ത വീഡിയോ മൊത്തം എടുത്തു നോക്കി. പക്ഷേ അതിലൊരു കുന്തവും ഉണ്ടായിരുന്നില്ല. ഗ്രേവ് ടോർച്ചറൊക്കെ വെറുതെ പറയുന്നതാ, അല്ലെങ്കിൽ ഇത്രയും പാപം ചെയ്ത ആ ഒരു മനുഷ്യനെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ഇപ്പൊ സീത ആദിലിനോട് പറയുന്നു. ഈ ഒരു നഴ്സിംഗ് ഹോമിൽ ഉണ്ടായിരുന്ന അന്തേവാസികളോടൊക്കെ നല്ല സൗഹൃദം പിടിച്ചു പറ്റിയിട്ടുള്ള നമ്മുടെ സീതയാകട്ടെ ഒരു വയസ്സായ അപ്പൂപ്പന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ന്യൂസ് റിപ്പോർട്ടറാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവര് മുഖേന ഈ ഒരു ഗ്രേവ് ടോർച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു പരിപാടിയിൽ ഇവർ ചെന്നു. അതായത് നമ്മുടെ സീത. എന്നിട്ട് ഈ ഒരു മെമ്മറി കാർഡ് കാണിച്ചു കൊടുത്തു. ഗ്രേവ് ടോർച്ചർ ഇല്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആ വീഡിയോ പ്ലേ ആവുന്നില്ല. വെറും ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവരൊക്കെ തന്നെ അപ്പൊ പറയുന്നുണ്ട്, ഇവള് മതത്തിന് എതിരാണ്, മതത്തെ അവള് കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. ആദിലാണ് ആ ഒരു മെമ്മറി കാർഡ് മാറ്റിയത് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ആദിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സീതയാണെന്നുണ്ടെങ്കിൽ അവനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ ആദിൽ തിരിച്ചും പറയുന്നുണ്ട്, നിനക്ക് അമ്മയും അച്ഛനും ഒന്നും മരിച്ചതൊന്നും ഒരു പ്രശ്നമേ ഇല്ല, നിനക്ക് ഈ ഒരു ഗ്രേവ് ടോർച്ചറിന്റെ പിന്നാലെ നടക്കണം, നീ ആ ഒരു നഴ്സിംഗ് ഹോമിൽ ആളുകളെയൊക്കെ നോക്കുന്നത് പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. അങ്ങനെ ആദിലിന്റെ വായിലിരിക്കുന്നത് മൊത്തം കേട്ടിട്ടുള്ള നമ്മുടെ സീതയാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് ഹോമിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് അന്ന് രാത്രി അവൾക്ക് ഉറക്കാനേ കിട്ടുന്നില്ല. ഇവരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അവൾ അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു മുറിയിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് അങ്ങേ മൂലയ്ക്കായിട്ട് ഒരു കറുത്ത രൂപം, അതാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുന്നു. ഇവൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെയും ആ ഒരു രൂപമുണ്ട്. അതെന്തോ കാര്യം ഇവൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. സീത അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കറുത്ത രൂപമായിരുന്നു. പെട്ടെന്ന് ഒരു കർട്ടന്റെ പുറകിലായിട്ട് ഇതിന്റെ കൈകൾ ഇങ്ങനെ അവൾ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അതവിടെ കാണാനുമില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരിയുടെ മുകളിലായിട്ട് ഈ ഒരു കറുത്ത രൂപം നിൽക്കുന്നുണ്ട്. എന്നിട്ട് അത് മറ്റെങ്ങോട്ടോ കൈ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ സീതയാകട്ടെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ അന്തേവാസിയായിട്ടുള്ള പാണ്ഡ്യയുടെ ഭാര്യയായിട്ടുള്ള നാനി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇത്രയും നാള് പാണ്ഡ്യ എന്നെ ചതിക്കുകയായിരുന്നു, അയാൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടോ നീ? അങ്ങനെ നമ്മുടെ സീതയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലാലി എന്ന് പറയുന്ന ഒരു നഴ്സുമായിട്ട് ഈ ഒരു പാണ്ഡ്യ എന്ന് പറയുന്ന കിളവൻ
ഡിങ്കോൾഫി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാണ്ഡ്യയോട് അപ്പോൾ സീത പറയുന്നുണ്ട്, ഇന്നെന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള നാനിയോടൊപ്പം നിൽക്കണ്ട, ഉറപ്പായിട്ടും നിങ്ങൾ കുറച്ച് സ്പേസ് അവർക്ക് കൊടുക്കണം, ആ ഒരു ഷോക്ക് അവർ മാറിയിട്ടില്ല. പക്ഷേ പാണ്ഡ്യ എന്ന് പറയുന്ന ഈ ഒരു കിളവനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട്, അവൾക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇത് സഹിക്കാനായിട്ട് കഴിയില്ല, ഞാൻ അവളുടെ കൂടെ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ സീത സമ്മതിക്കുന്നില്ല. രണ്ടുപേരെയും വെവ്വേറെ മുറിയിലേക്ക് മാറ്റുന്നു. വയസ്സായതുകൊണ്ട് തന്നെ സ്വയം ശരീരമൊന്നും നിയന്ത്രിക്കാനായിട്ട് നാനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരിയുടെ ഡ്രസ്സിൽ മൂത്രമായിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് നോക്കുമ്പോഴാണ് പുള്ളിക്കാരിയുടെ റിങ് കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത്, അതായത് മോതിരം. ഇനി അതെങ്ങാനും വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് നാനി ആ വാഷിംഗ് മെഷീന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തിരയാനായിട്ട് ആരംഭിച്ചു. പക്ഷെ അറിയാതെ ആ ഒരു വാഷിംഗ് മെഷീന്റെ സ്വിച്ച് ഓൺ ആവുകയാണ്. അതോടുകൂടിയിട്ട് പുള്ളിക്കാരി കിടന്ന് കറങ്ങാനായിട്ട് ആരംഭിച്ചു. മുടിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ പെട്ടും പോയി. തൊട്ടടുത്ത നിമിഷം തന്നെ പുള്ളിക്കാരി കറങ്ങി കറങ്ങി മരണപ്പെട്ടു. ഇതറിഞ്ഞതും ഭർത്താവായിട്ടുള്ള പാണ്ഡി വാവിട്ട് കരയാൻ തുടങ്ങി. അവിഹിതം നടത്തിയിട്ടുണ്ടായിരുന്ന ലാലി എന്ന് പറയുന്ന നേഴ്സും പൊട്ടി പൊട്ടി കരയുകയാണ്. കാരണം അവൾ കൂടി കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. മനഃപൂർവ്വമല്ലെങ്കിലും താനും ഇതിലൊരു പങ്കാളിയാണെന്ന് നമ്മുടെ സീത മനസ്സിലാക്കുകയാണ്. അതായത് അന്ന് രാത്രി ഈ രണ്ടുപേരെയും, അതായത് പാണ്ഡ്യയെയും ഞാനെയും ഒരുമിച്ച് കിടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ സീതയെ കുറ്റപ്പെടുത്തുകയാണ് പാണ്ഡ്യ. ആകെ ധർമ്മസങ്കടത്തിലായിട്ടുള്ള നമ്മുടെ സീതയാകട്ടെ ഈ ഒരു നഴ്സിംഗ് ഹോം നടത്തുന്ന ജുവിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കണ്ട് കാര്യം പറയുന്നു. അങ്ങനെ ഇവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ഒരു ഓജോ ബോർഡൊക്കെ പോലെ ആത്മാക്കളോട് സംവദിക്കുന്ന ഒരു പരിപാടി ചെയ്യുകയാണ്. സീതയുണ്ട്, അതുപോലെ തന്നെ ജുവിത എന്ന് പറയുന്ന ഈ ഒരു ലേഡി ഉണ്ട്, പിന്നെ പാണ്ഡ്യയുടെ കൂട്ടുകാരനായിട്ടുള്ള ഹാദി, അതായത് കുറച്ച് അന്തേവാസികളൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ ഒരു ജുവിത എന്ന് പറയുന്ന സ്ത്രീയുടെ ദേഹത്തേക്ക് ഇപ്പൊ മരിച്ചു പോയിട്ടുള്ള പാണ്ഡ്യയുടെ ഭാര്യയായിട്ടുള്ള നാനി വന്ന് പറയുന്നുണ്ട്, ആ ഒരു നേഴ്സാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്, അവൾ എന്തായാലും മരിക്കണം, അവൾ പാപിയാണ്. ഇത് കേട്ടതും ജുവിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ നമ്മുടെ സീതയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബോധത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഈ ഒരു പാണ്ഡ്യാണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുള്ള ഈ ഒരു നാനിപ്രയത്തിന്റെ വാക്കും കേട്ടിട്ട് ആ ഒരു നേഴ്സിനെ തീർത്ത് കളഞ്ഞാലോ. ബോധത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ജുവിതയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സീതയോട് കണ്ണടയ്ക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണടച്ച നമ്മുടെ സീതയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ഒരു പാണ്ഡ്യയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു മരിച്ചു പോയിട്ടുള്ള നാനിയുടെ പ്രേതം ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ട സീതയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈകളൊക്കെ വേർപ്പെടുത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനൽ മൊത്തം തുറന്നു. എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിലിനെയാണ്. ആദിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ശവം കുളിപ്പിക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അതിനായിട്ട് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്തതിന് ശേഷം അവൻ ഷെൽഫിലേക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പോകുന്ന ആ സമയത്ത് തന്നെ അവിടെ കിടന്നിരുന്ന ഈ ഒരു ശവമാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്. പക്ഷെ ഈ പൊട്ടനാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടില്ല. ഇവൻ സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടതിന് ശേഷം അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് ഈ ഒരു പ്രേതത്തെ കാണുന്നത്. പുറത്തേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ വാതിലാണെന്നുണ്ടെങ്കിൽ തുറക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിൽ കയറി ഒളിച്ചു. പക്ഷേ ആ ഒരു ഷെൽഫിനുള്ളിലേക്കും ഈ ഒരു പ്രേതം വന്നിട്ട് അവനെ ഉപദ്രവിക്കുകയാണ്. മറുവശത്ത് നേരത്തെ ഡിങ്കോൾഫി പിടിച്ചിട്ടുണ്ടായിരുന്ന നേഴ്സ് ഉണ്ടല്ലോ, ലാലി എന്ന് പറയുന്ന, അവളിപ്പോ നമ്മുടെ സീതയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത പാപത്തിന് ഇനി എനിക്ക് എന്താണ് ചെയ്യാനായിട്ട് കഴിയുക? ആ ഒരു നിമിഷം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ പാണ്ഡ്യ വരികയാണ്. എന്നിട്ട് ഇവളെ കുത്താനായിട്ട് ശ്രമിക്കുന്നു. സീതയാണെന്നുണ്ടെങ്കിൽ ലാലി എന്ന് പറയുന്ന ആ ഒരു നഴ്സിനെയും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാണ്ഡ്യയുടെ സുഹൃത്തായിട്ടുള്ള ഹാദി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഈ ലാലിയെ ഒരൊറ്റ കുത്ത്. അതിനുശേഷം ഈ ഒരു ലാലി പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പാപം ചെയ്തവളാണ്, ഞാൻ മരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കത്തി എടുത്തിട്ട് പുള്ളിക്കാരി തന്നെ സ്വയം മരിക്കുന്നു. ഇതേ സമയം സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേവ് ടോർച്ചർ ശരിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു ശവക്കുഴികളിലൊക്കെ കിടന്നിട്ട് വീഡിയോയും അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ ടിവിയിലും മറ്റൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സീതയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ സെമിത്തേരിയിലേക്ക് പോവുകയാണ്. ആരോടും അവള് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ മൊത്തം കുഴി തോണ്ടിയിട്ട് ഇപ്പോൾ ഒരു ശവക്കല്ലറ തുറന്ന് അതിനുള്ളിലേക്ക് കടക്കുന്നു. പക്ഷെ ഒരു അണ്ടർഗ്രൗണ്ട് പോലെയാണ് അവൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ അങ്ങേ വശത്തായിട്ട് ആദിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ശവം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ അവിടെ കാണുന്നു. അതിനുശേഷം ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഒരു പ്രേതം ഉണ്ടല്ലോ, ആ ഒരു പയ്യന്റെ പ്രേതം,
അത് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും സഹായം ചോദിക്കുകയാണ്. ഈ സമയം അവളൊരു ചുവന്ന നിറത്തിലുള്ള മുറി കാണുന്നുണ്ട്. അവൾ അങ്ങോട്ടേക്ക് ചെന്നു. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ബേക്കറി ആയിരുന്നു അത്. ഇവളുടെ അച്ഛനും അമ്മയും അവിടെ നിന്നും മാഞ്ഞു പോകുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയിട്ടുള്ള ഇവളാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് കുട്ടികളെ അവിടെ കാണുന്നുണ്ട്. അവരൊന്നടങ്കം പറയുന്നുണ്ട് ഇസ്മായിലിനെ രക്ഷിക്കുമെന്ന്. പക്ഷെ എങ്ങനെയാണ് ഞാൻ രക്ഷിക്കേണ്ടത് എന്ന് ഇവള് ചോദിക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പകരം മറ്റൊരു കൊടൂരമായിട്ടുള്ള എന്തോ തരത്തിലുള്ള ഒരു ജീവി അങ്ങോട്ടേക്ക് വരുന്നു. ഇസ്മായിൽ അപ്പോൾ അവിടേക്ക് വന്നിട്ട് ഈ സീതയോട് പറയുന്നുണ്ട്, നീ എന്നെ രക്ഷിച്ചതിന് നന്ദി. പെട്ടെന്ന് തന്നെ ഇവളാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പടുകുഴിയിലേക്ക് വീഴുകയാണ്. പിന്നീട് അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് ഇബ്രാഹിം ഉണ്ട്. മാത്രമല്ല ഒരു പാമ്പ് ആ ഒരു കുഴിയിലേക്ക് വന്നിട്ട് ഇബ്രാഹിമിനെ, അതും ഒരുപാട് തലകളുണ്ട് ആ പാമ്പിന്, അത് ഇബ്രാഹിമിന്റെ തലക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. ഈ പാട്ടയൊക്കെ ചിളങ്ങില്ലേ, അതുപോലെ തല ചിളങ്ങി പോകുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇബ്രാഹിമിന്റെ തല പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ഒരു ഗദയൊക്കെ ഉണ്ടാവില്ലേ, മുള്ളുള്ള ഗദ ഉപയോഗിച്ചിട്ട് ഇബ്രാഹിമിന്റെ തലക്കിട്ടിട്ട് വീണ്ടും പണി കൊടുക്കുന്നു. അതായത് നല്ല രീതിയിലുള്ള നരകയാതന ആ ഒരു കുഴിയിൽ വെച്ചിട്ട് ഇബ്രാഹിം അനുഭവിക്കുന്നുണ്ട്. എന്തോ സീതയുടെ ഭാഗ്യത്തിന് അപ്പോഴേക്കും ആദിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ട് അവളെ രക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ തന്നെ ഈ ഒരു സീതയുടെ അടുത്ത് ആരോ ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്റെ ദൈവം? പിന്നീട് സിനിമയുടെ അവസാനത്തില് പാണ്ഡ്യയെയും ജ്ഞാനിയെയും കാണിക്കുന്നുണ്ട്. അതായത് ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് പോവാനായിട്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തില് ആ ഒരു കുഴിയിൽ വെച്ച് തന്നെ നമ്മുടെ സീത മരണപ്പെട്ടിട്ടുണ്ടാവുമോ? ഇതെല്ലാം തന്നെ അവളുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു നരകത്തിന്റെ വേർഷൻ ആണെങ്കിലോ? എന്തായാലും ഗ്രേവ് ടോർച്ചർ ശരിക്കും ഉണ്ടെന്ന് നമ്മുടെ സീതയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.